ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഷർട്ട് എത്ര നല്ലതുപോലെ കഴുകിയെടുത്താലും കോളറിലെ അഴുക്ക് മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാറില്ലേ? മഴക്കാലത്ത് നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ അഴുകി പോകാറുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ ഓയിലൊക്കെ കവറിൽ നിന്ന് പൊട്ടിച്ച് കുപ്പിയിലേക്ക് ഒഴിക്കുന്ന ടൈമിൽ എപ്പോഴെങ്കിലുമൊക്കെ അത് നമ്മുടെ കിച്ചൺ കൗണ്ടറിൽ വീണ് അതൊന്ന് വൃത്തിയാക്കിയെടുക്കാനായിട്ട് നമ്മൾ എന്ത് ബുദ്ധിമുട്ടാറുണ്ട്. ഇങ്ങനെ കുറേ നമ്മുടെ കിച്ചണിൽ ഉള്ള പ്രശ്നങ്ങളുടെ സൊല്യൂഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ കിടിലൻ ടിപ്പുകളാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ടിപ്പ് വന്നിട്ട് കവറിൽ നിന്ന് ഓയിൽ ഇതുപോലെ കുപ്പിയിലേക്ക് മാറ്റുന്ന ടൈമിൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചിലപ്പോഴെങ്കിലും കിച്ചൺ കൗണ്ടറിൽ ഇതുപോലെ ഓയിൽ വീഴാറുണ്ട്. പിന്നെ അതൊന്ന് ക്ലീൻ ആക്കാനായിട്ട് ശരിക്കും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. മിക്കവാറും നമ്മൾ കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ടാവും അത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ആ കിച്ചൺ ടവൽ ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ടല്ലേ. അപ്പോൾ ഇത് കണ്ടു നോക്കൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഓയിൽ കിച്ചൺ കൗണ്ടറിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് ആട്ടയാണ്. ആട്ടയ്ക്ക് പകരം മൈദ ആയാലും മതി. നമുക്ക് ആ ആട്ട ഇതുപോലെ ഓയിൽ വീണ സ്ഥലത്ത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ നമ്മുടെ കിച്ചൺ കൗണ്ടർ ഓയിൽ വീണതാണെന്ന് തോന്നുകയേയില്ല. അത്രയ്ക്ക് നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ. ഒട്ടുമിക്ക ആളുകളും കിച്ചൺ ടവൽ യൂസ് ചെയ്തിട്ടാവും ഇത്തരം സാഹചര്യങ്ങളിൽ ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെയുള്ള സമയത്ത് പിന്നെ നമ്മൾ ആ കിച്ചൺ ടവൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ഇരട്ടി പണിയാണല്ലേ. അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ കുറച്ച് ആട്ടയോ മൈദയോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നോക്കൂ. വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കിച്ചൺ കൗണ്ടറിൽ ഒട്ടും തന്നെ എണ്ണമയമില്ല. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മൾ ഷർട്ട് വാഷ് ചെയ്യുന്ന ടൈമിൽ കോളറിൻ്റെ അഴുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്തുള്ള ആ ഒരു വിയർപ്പ് മൂലമുള്ള കളർ ചേഞ്ച് മാറ്റിയെടുക്കാനും മിക്കപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ടല്ലേ. അപ്പം ഈ ഒരു ടിപ്പ് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത്തരം സന്ദർഭങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റും. മിക്കപ്പോഴും നല്ല വെള്ള ഷർട്ടിലാണ് കോളറിൻ്റെ ഭാഗത്ത് നല്ല കട്ടയ്ക്കുള്ള അഴുക്കുണ്ടാകാറുള്ളത്. എത്ര തന്നെ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും ആ അഴുക്ക് മാറി കിട്ടുകയില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളിതേ ഞാൻ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് കോളറിലെ അഴുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഞാൻ ഈ ഷർട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ. അതിനുശേഷം ഈ ഒരു ബേക്കിംഗ് സോഡ കോളറിൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ റബ്ബ് ചെയ്ത് ഈ ഒരു രീതിയിൽ നമുക്ക് കോളറിൻ്റെ ഭാഗത്ത് ബേക്കിംഗ് സോഡ തേച്ച് കൊടുക്കാം. കോളറിൻ്റെ ഭാഗത്തെ അഴുക്ക് മാത്രമല്ല കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്ത് വിയർപ്പ് മൂലമുള്ള ആ ഒരു കളർ ചേഞ്ച് നമുക്ക് ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ആ ഒരു ഭാഗത്ത് കൂടി ബേക്കിംഗ് സോഡ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വിനെഗറാണ്. വിനെഗർ നമുക്ക് ഈ ബേക്കിംഗ് സോഡ തേച്ച കോളറിൻ്റെ ഭാഗത്തും ആ കക്ഷത്തിൻ്റെ ഭാഗത്തും ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് സിന്തറ്റിക് വിനെഗറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു ഭാഗത്ത് നല്ലതുപോലെ ഒഴിച്ചിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അഴുക്കുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും. ഇതുവരെ നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കില്ലല്ലോ. ഇപ്പോൾ നോക്കിയാൽ ഞാൻ വിനാഗിരി കൂടി ആ കോളറിൻ്റെ ഭാഗത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ അത്തരത്തിലുള്ള അഴുക്കുകളെല്ലാം തന്നെ പോയി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഷർട്ട് 1-2 പ്രാവശ്യം നല്ലതുപോലെ വെള്ളത്തിലൊന്ന് കഴുകി ഉണക്കിയെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കോളറിൻ്റെ ഭാഗത്തുള്ള അഴുക്കും അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്തുള്ള ആ ഒരു വിയർപ്പ് മൂലമുള്ള കളർ ചേഞ്ചസും ഒക്കെ മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ഷർട്ട് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൗസ്, ചുരിദാർ എല്ലാത്തിൻ്റെയും കൈക്കുഴിയുടെ ഭാഗത്തുള്ള ആ ഒരു വിയർപ്പ് മൂലമുള്ള കളർ ചേഞ്ചസ് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി നിങ്ങൾക്ക് ഈ രീതിയിലല്ല മറ്റേതെങ്കിലും രീതിയിൽ കോളറിലുള്ള അഴുക്ക് മാറ്റാൻ ഉള്ള ടിപ്പ് അറിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പേര് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാവും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണേ.
ഇനി നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് മഴക്കാലത്തൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ബാഗുകളിലൊക്കെ പെട്ടെന്ന് പൂപ്പൽ വരാറുണ്ടല്ലേ. അതുപോലെ തന്നെ തുരുമ്പൊക്കെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ആ സിബ്ബൊക്കെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അതിനുള്ളൊരു പരിഹാരമാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അതിനായിട്ട് നമ്മുടെ എല്ലാം വീട്ടിലുള്ള കുറച്ച് വാസലിൻ മാത്രം മതി ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ബാഗിലെ പൂപ്പലും അതുപോലെ തന്നെ തുരുമ്പും ഒക്കെ മാറ്റിയെടുക്കാനായിട്ട്. വാസലിൻ ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പെട്രോളിയം ജെല്ലി ഉപയോഗിച്ചാലും മതി. ഇതുപോലെ കുറച്ച് കോട്ടണിൽ ജെല്ലെടുത്തിട്ട് നല്ലതുപോലെ ബാഗിലൊന്ന് റബ്ബ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബാഗിലുള്ള പൂപ്പലൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ബാഗിൻ്റെ സിബ് മിക്കപ്പോഴും ടൈറ്റ് ആകാറുണ്ട്. ആ ഒരു പ്രശ്നത്തിന് നമുക്ക് ഈ പെട്രോളിയം ജെൽ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈസി ആയിട്ട് നമുക്ക് സിബ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇപ്പം നോക്കിയാൽ നമ്മുടെ ബാഗ് പുതിയതുപോലെ കിട്ടിയിട്ടില്ലേ. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഇതിൻ്റെയും കമൻറ്റ് ഫീഡ്ബാക്കിൽ അറിയിക്കുക കേട്ടോ. ബാഗ് മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ ഷൂവ്, ബെൽറ്റ്, അതുപോലെ തന്നെ വാലറ്റ് ഒക്കെ തന്നെ നമുക്ക് ഇതുപോലെ വാസലിൻ ഉപയോഗിച്ചിട്ട് പുതുപുത്തനാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് മഴ സമയങ്ങളിലൊക്കെ ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും ഒരു പ്രശ്നമാണ് നമ്മൾ വാങ്ങി വെക്കുന്ന സവാളയായാലും വെളുത്തുള്ളി ആയാലും പെട്ടെന്ന് തന്നെ അഴുകിപ്പോകുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ പരിഹരിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് നമ്മുടെ അടുത്ത ടിപ്പ്. മഴക്കാലം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വെയിലത്ത് വെച്ചൊക്കെ ഉണക്കി ഉപയോഗിക്കാവുന്നതാണ്. മഴ സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മളത് ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ സ്റ്റൗവിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അഴുകി പോകുന്നൊരു പ്രശ്നം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ബർണറിന് ചുറ്റും ചെറിയ രീതിയിൽ ചൂടുണ്ടാവും. ആ ഒരു ടൈമിൽ ഇങ്ങനെ നമ്മൾ സവാളയും വെളുത്തുള്ളിയും വെച്ചിരുന്നാലും നമ്മുടെ പെട്ടെന്ന് അഴുകിപ്പോകുന്നൊരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ വിറകടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ആ ഒരു സ്ഥലത്ത് വെച്ചിരുന്നാലും മഴക്കാലത്ത് പെട്ടെന്ന് സവാളയും വെളുത്തുള്ളിയും ഒക്കെ അഴുകിപ്പോകുന്നൊരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് സ്റ്റീൽ പാത്രങ്ങളിലുള്ള സ്റ്റിക്കേഴ്സ് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നുള്ളതാണ്. സാധാരണ നമ്മൾ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഉരച്ചൊക്കെ കഴുകിയാണ് ഇത്തരം സ്റ്റിക്കറുകൾ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പാത്രത്തിന് സ്ക്രാച്ചസ് ഒക്കെ വരാറുണ്ട്. ഇനി നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേ ഇതുപോലെ ബർണർ ഒന്ന് കത്തിച്ചതിന് ശേഷം ആ ഒരു തീയിലേക്ക് നമ്മൾ ആ പാത്രം കാണിച്ചു കൊടുത്താൽ മതി. ഒരു 2 സെക്കൻഡ് നേരം കൊണ്ട് തന്നെ ആ സ്റ്റിക്കർ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് കളയാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. കൈ ഉപയോഗിച്ചിട്ട് ആ ഒരു ചൂട് താങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു നൈഫ് ഉപയോഗിച്ചിട്ടായാലും വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. സ്റ്റീൽ പാത്രങ്ങളിലെ സ്റ്റിക്കർ മാത്രമാണ് നമുക്ക് ഈ ഒരു രീതിയിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിലെ സ്റ്റിക്കർ ഈ ഒരു രീതിയിൽ റിമൂവ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്ത ടിപ്പ് വന്നിട്ട് ചില സമയങ്ങളിലൊക്കെ നമ്മൾ കഴുകി വെക്കുമ്പോൾ ഗ്ലാസ് പാത്രങ്ങൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാറുണ്ടല്ലേ. പിന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരുപാട് പ്രഷറൊക്കെ കൊടുത്തിട്ട് അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നുകിൽ ആ ഗ്ലാസ് പാത്രം പൊട്ടിപ്പോകാറുണ്ട്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇതുപോലെ കിച്ചൺ കൗണ്ടറിലിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇങ്ങനെ 1-2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ് പാത്രം സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണുള്ളത്. ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.